എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളിന്ന് എല്ലാവരും കൂടും കുടുക്കയുമായിട്ട് വേളിയിലോട്ട് പോവാണ്. വൈകിട്ട് 3 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി കെട്ടി ഒരുങ്ങി ഇറങ്ങിയപ്പോഴേക്കും 4 മണിയായി. 4 മണിയായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വേളിയിലോട്ട് പോയി. അവിടെ നല്ല പച്ചപ്പും ഹരിതാവുമാണ്, നല്ല രസമാണ്. ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഉടനെ പാറു ഞാൻ എൻ്റെ ഷോൾട്ട് കറക്കം ഒരു വീഡിയോ എടുത്തിട്ട് തരാൻ പറഞ്ഞു. അതാണ് നിങ്ങളീ കണ്ടെത്തണം. പിന്നെ നിങ്ങൾ ഈ കാണുന്നതെല്ലാം കുളവാഴകളാണ്. അത് ഒഴുകിപ്പോകുന്നു. അതെവിടെന്നോ ഒഴുകി വന്ന് നേരെ കടലിലോട്ട് പോകാമെന്ന് അച്ഛൻ പറഞ്ഞെന്നാണ്. ഇങ്ങനെ ടാറ്റ പോകാനായിട്ട് എൻ്റെ വേദുവിനേക്കാളും ഇഷ്ടമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് വെളിയിലോട്ട് പോകാനായിട്ട്. അതിപ്പോൾ ഇന്ന സ്ഥലത്ത് തന്നെ ആവണമെന്നില്ല, അപ്പുറത്ത് കടയിലോട്ട് പോയാലും അവനെ കൊണ്ടുപോയാൽ ഹാപ്പിയാണ്. വണ്ടി കയറ്റി എവിടെയെങ്കിലും പോവുക, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ആ കാണുന്ന ഒരു ട്രെയിനാണ്. ഈ ട്രെയിനിൽ നമ്മളിപ്പോൾ സവാരി പോകും ഗൈസ്. അതിൽ ഒരാൾക്ക് അഡൽട്ടിന് ഒരാൾക്ക് 50 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലതാണ്. വെർത്താണോ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ഒരു ദിവസം ഇത്രയോ സവാരി മാത്രമേ പോവുള്ളൂ. എനിക്ക് തോന്നുന്നു 15-16 അത്രേ പോവുള്ളൂ എന്നാണ് തോന്നുന്നത്. 6 മണിയാകുമ്പോഴേക്കും ഫുള്ള് ക്ലോസ് ആവും. മിനിമം 20 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ട്രെയിൻ എടുക്കത്തുള്ളൂ. ഒരു ടണലിൻ്റെ അകത്തോട്ട് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോൾ തന്നെ എല്ലാവരുടെ ഉള്ളിലുള്ള ഊളൻ പുറത്ത് വന്നു, ഞാനുൾപ്പെടെ. ശരിക്കും ഈ സ്ഥലം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല രസമാണ്. ഈ ഒരു ഈവനിങ് ടൈമൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ്. പിന്നെ ഈ ഫോട്ടോ മാനിയാക്കിയിട്ട് ആൾക്കാർക്കൊക്കെ അടിപൊളിയായിരിക്കും. കാരണം അത്രയും നല്ല സ്ഥലങ്ങൾ, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ തന്നെ ഇങ്ങനെ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞു കുട്ടികൾക്കുള്ള. അപ്പോൾ അതിൽ കൊണ്ടുപോയി ഊഞ്ഞാലൊക്കെ ആയിട്ട് ഈ സ്ലൈഡിലൊക്കെ ഇരുത്തിയപ്പോൾ വേദു ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ വെറുതെ ഫാമിലി ആയിട്ട് ഈവനിങ് ഒന്ന് പുറത്തു പോയി ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.